ഒരു തട്ടമിട്ട ഒരു മുസ്ലിം പെൺകുട്ടി ശിവവിഗ്രഹത്തിനടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലൊരു വീഡിയോ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എടുത്ത് പോസ്റ്റ് ചെയ്തു. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. അതിന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കുറെ ആൾക്കാർ ട്യൂഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, കുറെ ആൾക്കാർ വിമർശിക്കുന്നു, കുറെ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നു. ഈ വീഡിയോ ഇങ്ങനെ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഫാത്തിമ എന്ന് പറഞ്ഞൊരു പ്രൊഫൈലാണ്. ഇവരൊരു ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നവരാണ്. ഇവരുടെ പ്രൊഫൈൽ കയറി നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇവർ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പലതരത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് അവരൊരു ശിവവിഗ്രഹം, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ ഉണ്ട്, അവിടുത്തെ ഒരു ശിവവിഗ്രഹമാണ്. നമ്മൾ ഈ ലൈറ്റ് ഷോ ഒക്കെ കാണാറുണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. ഈ ശിവവിഗ്രഹത്തിന്റെ അവിടെ പോയിട്ട് അവർ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം അവരൊരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യുന്നു. അതിന്റെ കമന്റ് ബോക്സ് അല്ല, എന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ശിവ ഒരുപാട് നാളായി ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്, എന്താണെന്നറിയില്ല, ശിവനെ പറ്റിയുള്ള കഥകളും പണ്ടേ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഈ വിഗ്രഹം കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അത് സാധിച്ചു എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ആഗ്രഹവും അത് സാധിച്ചതിന്റെ സന്തോഷവും എന്നുള്ള രീതിയിൽ അവര് എടുത്ത ഒരു ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് നോക്കാൻ നേരത്ത് കുറെ ആൾക്കാർ വന്നിട്ട് കുരു പൊട്ടി കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊക്കെ കമന്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഞാൻ എത്ര ആലോചിച്ചിട്ടും അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി, ഒരു ഇന്ത്യൻ സിറ്റിസൺ, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ളത് ചെയ്യാനും കഴിക്കാനും അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ ചോയ്സ് ആണ്. ആ ചോയ്സിലേക്ക് മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ കടന്നു കയറി വരേണ്ട കാര്യം എന്താ? സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആൾക്കാർക്ക് എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ കമന്റ് ബോക്സ് എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ കമന്റ് ഇടും. ഒരു പെൺകുട്ടി ഇട്ടിരിക്കുന്ന കമന്റ് ആണ്, മറ്റുള്ളവരുടെ ആരാധനാ വസ്തുക്കളെ നിന്ദിക്കരുത് എന്ന് അവരുടെ മതഗ്രന്ഥം പറയുന്നുണ്ട്. ഇതിനകത്ത് ശിവവിഗ്രഹത്തെ എവിടെങ്കിലും നിന്ദിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവര് ശിവവിഗ്രഹത്തിന്റെ അടുത്ത് പോയിരിക്കുകയാണ്, അവര് പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യാണ്. ഇവിടെ ഒരു നിന്ന എന്നുള്ള രീതിയിൽ എനിക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടായിരിക്കും നിന്ന എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയുന്നത്. അതേപോലെ അതിനോട് ആരാധനയും പാടില്ല, ഇവിടെയാണ് പ്രശ്നം. അതേപോലെ അതിനോട് ആരാധനയും പാടില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രശ്നം നിന്ദിക്കുക എന്നുള്ളതല്ല, അതിനോട് ആരാധന പാടില്ല എന്നുള്ളത്. ഇത് അവരുടെ ആ പെൺകുട്ടിയുടെ ചോയ്സ് അല്ലേ? ആ പെൺകുട്ടിയുടെ ചോയ്സിലേക്ക് നിങ്ങൾ കടന്നു കയറി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ എന്തിനാ ക്ലാസ് എടുക്കുന്നത്? വേറൊരാളുടെ കമന്റ് ഇങ്ങനെയാണ്, ശിവനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ശിവന്റെ ആഭരണം കൂടി ഇഷ്ടമാകുമോ അതോ ഭയമാണോ എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വരുന്നുണ്ട്. ഇതെന്ത് ലോജിക്കാണെന്ന് മനസ്സിലായില്ല. ശിവന്റെ ഒരു പ്രതിമയാണത്, അല്ലെങ്കിൽ ശിവന്റെ ഒരു വിഗ്രഹമാണത്. അവിടെ വന്നിരുന്ന് അവര് സമാധാനപരമായിട്ട് പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ കണ്ണടച്ചിരിക്കുകയോ കുറച്ചു നേരം സ്വസ്ഥമായിരിക്കുകയോ ഒക്കെ ചെയ്തതായിരിക്കും. അതിനെന്തിനാണ് ഇമാതിരി കമന്റ് ഒക്കെ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേറൊരു കമന്റ് എന്ന് വെച്ചാല്, തലയിൽ ആർക്കും ഒരു നാറുന്ന കീറിയ തുണിക്കഷ്ണം ഇടാം എന്ന് കരുതി അവർ മുസ്ലിം ആവുമോ? ഇവരുടെ തലയിൽ കിടക്കുന്നത് നാറിയതാണോ നാറാത്തതാണെന്നോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ എവിടെയോ ഇരിക്കുന്ന പെൺകുട്ടി, നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഫോട്ടോ വീഡിയോ കണ്ടിട്ട് മണത്ത് വെക്കാൻ പറ്റുമോ അവരുടെ തലയിൽ ഇരിക്കുന്നത് തുണി നാറിയതാണോ അല്ലയോ എന്നൊക്കെ? ആ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. വേറൊരാളുടെ കമന്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് കോമഡി ഇതാണ്. അരവിന്ദ് എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിൽ നിന്ന് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതെനിക്ക് മനസ്സിലാവുന്നത് അരവിന്ദ് എന്ന് പറഞ്ഞൊരു ഫേക്ക് നെയിമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കമന്റ് അരവിന്ദിന്റെ കാര്യം വരുന്നുണ്ടെന്നുള്ളത് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, ചെയ്യണ്ട. ഇത് നിങ്ങളെന്തിനാ അക്സെപ്റ്റ് ചെയ്യുന്നത്? ആ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളത് പോയിക്കോട്ടെ, അത് നിങ്ങളെന്തിനാ അക്സെപ്റ്റ് ചെയ്യുന്നത്? പിന്നെ പുള്ളിക്കാരൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അരവിന്ദിന്റെ പിന്നിലിരിക്കുന്ന ആള്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പെൺകുട്ടിക്ക് താല്പര്യമുള്ള ചെയ്യും, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ പോരെ. അത് തന്നെ നോക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യം നോക്കിയാൽ പോരെ. പോട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള കാര്യം കൊണ്ട് ഇത് വെല്ലോടത്തിരിക്കുന്ന ഒരു പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട. ഈ സത്യത്തിൽ എനിക്ക് ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഈ പുള്ളിക്കാരന്റെ കമന്റ് ആണ്. അരവിന്ദ് എന്നാണ് പുള്ളിക്കാരന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ആളുടെ പേരെന്തോന്നും അറിയത്തില്ല, എന്തായാലും ഒരു കള്ളപ്പേരൊക്കെയാണ്. ഇത്തരത്തിൽ കുറെ കമന്റുകൾ വരുന്നുണ്ട്, ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. പലരും ഇതുപോലെ ആ പെൺകുട്ടി ചെയ്തത് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത്. ഈ രാജ്യത്തൊരു ഭരണഘടന അനുസരിച്ച് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു 10-18 വയസ്സ് കഴിഞ്ഞ ഒരു ഇന്ത്യ പൗരൻ എവിടെ പോകണം, ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, ആരെ കാണണം, എന്തിനോടൊപ്പം നിൽക്കണം, എവിടെ ഫോട്ടോ ഇടണം, ഇതിനൊക്കെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇവിടുത്തെ നമ്മളെ 10ാം ക്ലാസ്സിലൊക്കെ ഈ ഫൈനൽ എക്സാം ആവുന്നിട്ട് ട്യൂഷൻ സെന്ററിൽ കൊണ്ടുവിടുന്ന പോലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്യൂഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക്, വേണ്ട അക്സെപ്റ്റ്. ഇത്
അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവരെവിടെ പോകണം എന്ത് ചെയ്യണം എന്നുള്ളത്. ഇതിനകത്ത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത കാര്യം എന്താണ്? അവരുടെ വീട്ടുകാർക്ക്, ഇപ്പൊ ഈ ഫോട്ടോ ഇട്ട പെൺകുട്ടിക്കോ അവരുടെ വീട്ടുകാർക്കോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും ഒരു പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ എവിടെയോ ലോകത്ത് ഏതോ കോണിലിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതിനകത്ത് എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് എന്തിന്റെ പേരിലാണ് ഈ വന്നിങ്ങനെ ഫോട്ടോയ്ക്ക് കമന്റ് ചെയ്യേണ്ട കാര്യം? കാണുന്നു ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ലൈക്ക് ചെയ്യുക, ചെയ്യാതിരിക്കാം, വിട്ടേക്കാം. ഇതിന്റെ കമന്റ് ബോക്സിൽ ട്യൂഷൻ ക്ലാസ് എടുക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ ആരാണ് ഈ ട്യൂഷൻ ക്ലാസ് എടുക്കാൻ വിടുന്നത്? ഈ രാജ്യത്ത് ഒരു നിയമമുണ്ട്. ഇത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ പെൺകുട്ടിയുടെ ചോയ്സാണ്. ആ ചോയ്സ് അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ആ പെൺകുട്ടിക്കുണ്ട്. ആ പെൺകുട്ടിക്ക് എവിടെ പോകണം, എന്ത് ധരിക്കണം, എവിടേക്ക് യാത്ര ചെയ്യണം, ആരോടൊപ്പം നിൽക്കണം, എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ നമ്മുടെ ചോയ്സാണ്, ആ പെൺകുട്ടിയുടെ ചോയ്സാണ്. അതിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അതിനെ അങ്ങ് റെസ്പെക്ട് ചെയ്ത് വയ്ക്കുക. ആ പെൺകുട്ടിയുടെ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യുക. ആ പെൺകുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷിയുള്ള പെൺകുട്ടിയാണ്, പ്രതികരിക്കാൻ ശേഷിയുള്ള പെൺകുട്ടിയാണ്. അവരവരുടെ ചോയ്സ് അനുസരിച്ച് പോട്ടെ. ഇതിനകത്ത് നമ്മൾ മൂന്നാമതൊരാളൊക്കെ പോയിട്ട് വല്ലവരുടെയും ജീവിതത്തിലിരുന്ന് ഇത് ഞാൻ സമ്മതിക്കൂല എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ആരുടെ? ഇവിടെയൊക്കെ ലൈസൻസ് വേണം ആൾക്കാർക്ക് ജീവിക്കാൻ. എന്ത് ലൈസൻസ് വേണം? ആരുടെ ലൈസൻസ് ഇവിടെ വേണ്ടത്? എന്തിന്? ഇതിന്റെ കമന്റ് ബോക്സ് ഇതുപോലെ കുറെ കോമഡി ഉണ്ട്. ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ എല്ലാം കൂടി ഇത് വായിക്കാഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇങ്ങനെ അരവിന്ദന്റെ പേരിൽ ഒരു കമന്റ് ഇട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരന്റെ കലിപ്പ് വന്നിട്ട് അങ്ങ് കമന്റ് ഇട്ട് പോയതാ. യഥാർത്ഥത്തിൽ ഫേക്ക് ഐഡിയ ആണെന്ന് പുള്ളിക്കാരൻ തന്നെ മറന്നുപോയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നത് ഫോളോ ചെയ്യുക. ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. എന്റെ പേജ് ഫോളോ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ആ ചോയ്സ് നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമന്റ് ഇടുക, എന്നാലേ നമ്മുടെ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തുള്ളൂ. താങ്ക് യു.